വെൽക്കം ബാക്ക് അഗൈൻ ഗൈസ്. പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഇപ്പോൾ 5:15 ഇപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് 7 to 12 നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം. ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡെന്ന് പറയണത് പുട്ടാണ് കേട്ടോ. പുട്ടും പഴമാണ്. ഇത് അരിപ്പുട്ടും പിന്നെ ഇത് പൂവൻ പഴമാണ് കേട്ടോ. പൂവൻ പഴമാണ് ഗൈസ്. ഒരു ചെറിയ ചേഞ്ച് വരുത്തി. പുട്ടും പഴമില്ല കേട്ടോ, പഴം പഴുത്തില്ല. ഇവിടെ ഇരിക്കണം. കുറച്ചെടുത്തപ്പോൾ തന്നെ കറ ചവയ്ക്കും. അവിടെ പുട്ടും മീൻകറിയാക്കി. പുട്ടും മീൻകറി പെട്ടെന്ന് കഴിക്കാം നമുക്ക്. സമയം ഇപ്പം 5:20. 5:45 ഇവിടുന്ന് ഇറങ്ങണം. ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ആര്യസ് ആണ് കേട്ടോ. ഹോട്ടൽ ആര്യസ് എന്ന് പറയുമ്പോൾ പൂജപ്പുര ജംഗ്ഷന് ഇന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോകണം. ഇവിടുന്ന് 600 മീറ്ററേ ഉള്ളൂ. ഞാൻ ഇവിടെ ഷോർട്ട് കട്ട് കയറി. വന്നു. ഒരു വണ്ടി വന്നേണ്ട. എന്റെ പൊന്നെ. ആഹാ, ഇവിടെ ഫുള്ള് പോ. എന്റെ പോ. അയ്യോ, നമ്മള് രക്ഷപ്പെട്ട്. രാവിലെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടാ. പിന്നെ ആൾക്കാർ നിപ്പുണ്ട്. ഇതാണ് നമ്മളെ ഹോട്ടൽ, വെജിറ്റേറിയൻ ഹോട്ടൽ. ഏകദേശം ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ. റെഡി ആയെങ്കിൽ അവിടെ കാണും, നമുക്ക് നോക്കാം. ചെയ്യാം, സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അപ്പോൾ ഓർഡർ എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയാൻ നോക്കിയില്ല കേട്ടോ. ഐറ്റം എന്തിനാണെന്ന് പറഞ്ഞിടാം. ചാടി ഇറങ്ങി പിന്നെ റീച്ച് ആക്കാൻ നോക്കിയത് സംഭവം എന്താണെന്ന് അറിയാമോ? ഓർഡർ പിക്കപ്പ് ആയിപ്പോയി. പൈസ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പാപ്പനംകോടാണ്, മാധവ് ലൈൻ, അങ്ങനത്തെ ഒരു പറയുന്ന ലൈനാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 4.9 കിലോമീറ്റർ ഉണ്ട്. നേരെ പോയാൽ മതി. അടിച്ച് ദൂരോട്ട് ഇവിടെ തന്നെ കേട്ടോ. രാവിലെ അതായത് നമുക്ക് പോയാലേ പറ്റൂ. പോവാം, കുഴപ്പമൊന്നുമില്ല. ഷാഡോയിൽ ഇപ്പം ഇൻസ്റ്റാമാർട്ടിന്റെ ഓർഡർ ഇഷ്ടംപോലെ അടിക്കുന്നുണ്ട് കേട്ടോ. സ്വിഗ്ഗിയിലെ ഓർഡർ ഇഷ്ടംപോലെ ഇൻസ്റ്റാമാർട്ട് കിട്ടി. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ വന്നിട്ടേ രാവിലെ വെറുതെ ഒന്ന് ഓണാക്കി. കുറേ നാളായിട്ട് ഓണാക്കിയില്ല, അതുകൊണ്ട് വെറുതെ ഒന്ന് ഓണാക്കി. അപ്പോഴും ഓർഡർ അടിച്ചു. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ചറപറ ഓർഡർ 3 ആളിനെ കിട്ടി. കൈസപ്പം രാവിലെ തന്നെ മുടിഞ്ഞ തിരക്കാണ് കേട്ടോ. എന്തെല്ലാം വ്യാധിച്ചോണം പോവാ. എന്തെല്ലാം വ്യാധിച്ചോണമെന്തോ പോവാ. എന്തൊക്കെ ചെയ്യാൻ. തിരക്കുമുണ്ട്, അതേപോലെ റോഡും മോശം. അവിടെ കുഴിയും കട്ടറും, അങ്ങോട്ട് കൊണ്ട് പോക്കും നടക്കൂല. രാവിലെ എണ്ണ അടിച്ചുകൊണ്ട് പിന്നെ എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
290 രൂപയ്ക്ക് എണ്ണ അടിച്ച് മറന്നു കേട്ടാ വീഡിയോ എടുക്കുക, സോറി. 290 രൂപയ്ക്ക് എണ്ണ അടിച്ച്. ഇനി നമുക്ക് ഇവിടുന്ന് 3.6 കിലോമീറ്റർ ഉണ്ട്. ഓരോ ദിവസം ഇറങ്ങാതിരുന്നോണ്ടേ ഇത് ചെറിയൊരു ഒരുമാതിരി കേട്ടോ വണ്ടി ഓടിക്കാനൊക്കെ ട്രാഫിക് ഉണ്ട്. കുറച്ച് ദിവസം 1-2 ദിവസം ഓടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം റോഡ് പൊളിച്ചിട്ടേക്കും. അയ്യോ, കാപ്പനും കൂടെ റൂട്ടാണ് പോവാനുള്ളത്. അയ്യോ കൊത്ത കുഴി കേട്ടോ. രാത്രി എങ്ങാണ്ട് പറഞ്ഞുകൊണ്ടേ തീരുന്നു അവന്റെ കാര്യം. കാണാൻ പറ്റൂല, ഒന്നാമത് വെട്ടം വെളിച്ചമൊന്നുമില്ല. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. കോംപ്ലിക്കേഷൻ ആണ് കേട്ടോ അവിടെ. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് പോവാം. അത്യാവശ്യം മേനെയുള്ള റോഡ് തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു മോഡിഫൈഡ് കാറ് ആക്സിഡന്റ് ആയി കിടക്കുന്നു കേട്ടോ. കരമന പാലം കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തുമ്പോൾ. കറക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റേ ജാവേല ഷോറൂമില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പച്ച കാർ ആക്സിഡന്റ് ആയി കിടക്കും. ഇടിച്ചു കയറിയാണ് തോന്നുന്നത്. നമുക്ക് കാരക്കമണ്ഡപം ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. സ്കൂളിൻ്റെ അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഗവൺമെൻറ് ഹൈസ്കൂൾ പാപ്പനംകോട്. ഓക്കെ, ഇവിടെയാണ് ലൊക്കേഷൻ കേട്ടോ. യെസ്, ഫൈനലി എത്തിയിരിക്കുകയാണ്. ഓഹോ, ക്യാഷ് ഓൺ ഡെലിവറി. അതെ, 190 ഗൈസ്. അപ്പോൾ ബാക്കി വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ കസ്റ്റമർ. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു രാവിലെ. ക്യാഷ് ഓൺ ഡെലിവറി ഫസ്റ്റ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ഓർഡറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 39.28 രൂപയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന പാപ്പനംകോടാണ്. പാപ്പനംകോടിൽ ഗൈസ് നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട്. KFC ആണ് കേട്ടോ. ഇവിടെ കവടിയാർത്ത KFC ആണ്. ഫുഡ് റെഡിയായി. 60-40. കേസ് ഇപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ഇപ്പോൾ പറഞ്ഞുതരാം. ടൊമാറ്റോ കെച്ചപ്പ് കിട്ടിപ്പോയി. കേസ് അപ്പോൾ ഐറ്റം എന്ന് പറയണത് അമേരിക്കൻ ക്ലാസിക് സിങ്കർ ബർഗറാണ്. അതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും പേപ്പർ ടിഷ്യൂ ഉണ്ട് കേട്ടോ. ടിഷ്യൂ ഗൈസ് അപ്പോൾ പട്ടത്താണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 2.9 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ പോയാൽ പറ്റൂല. കാര്യം എന്ന് പറഞ്ഞാലേ അവിടെ ബ്ലോക്കാണ്. നമുക്ക് അവിടെ വഴി പോകും. നമുക്ക് കുറച്ചുകൂടെ നല്ലത്.
രാവിലെ ഓവർ കുറവ് തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമാണെന്ന് അറിഞ്ഞൂടാ, കുറേ ദിവസം ഇറങ്ങിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനിയെന്ന് അറിഞ്ഞൂടാ ഓവർ കുറവ്. ഏകദേശം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണോ റൈറ്റ് നേരെ പോകണോ എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. അവിടെ ബ്ലോക്കാണ്, ഓൾറെഡി അവിടെ ബ്ലോക്കാണ്. ഏതാ മന്ത്രി പോണോണ്ടേ ആൾക്കാരെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടേക്ക്. ഏത് മന്ത്രി പോയാലും ബാക്കിയുള്ളവർക്ക് തന്നെ ബുദ്ധിമുട്ടല്ലേ. ഈ ഇടയ്ക്ക് ഒരു റീലിൽ ഞാൻ കണ്ടു കേട്ടോ. റീലിലാണെന്ന് പറഞ്ഞൂടാ, ഏതോ ഒന്നിൽ ഞാൻ ഇതുപോലെ കണ്ട്. ടി വിയിലാണെന്ന് തോന്നുന്നു, യൂട്യൂബിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഏതോ ന്യൂസ് ചാനലിൽ ഏതോ മന്ത്രിക്ക് പോകാൻ വേണ്ടി ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് തുടങ്ങി, ആൾക്കാരെല്ലാം അവിടെ നിന്നുകൊണ്ട് നനയുന്നു, നനയാത്ത ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് നനയുന്നു. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഏതാ മന്ത്രി പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് രണ്ട് സൈഡ്. നമ്മളെ കിങ്സ് ബേക്കറിയാണ് ലെഫ്റ്റ് സൈഡ്. അവിടെ ബ്ലോക്ക് ആയി കേട്ടോ. അണ്ണാ അതിലെ വഴിയില്ലണ്ണാ, അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേ. അതെ പോടേ. അണ്ണാ പിന്നെയും ബ്ലോക്കായി. അയ്യോ എന്തൊരു പാടല്ലേ. നമുക്കിവിടുന്ന് റൈറ്റാണ് കയറി പോകാനുള്ളത്. ഫുള്ള് ബ്ലോക്കാണ്.
ഏകദേശം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മാപ്പ് കാണിക്കണം കേട്ടോ. ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് കയറണം. അയ്യോ, ഞാൻ മാപ്പ് കാണിക്കണം. ശരി, ഓക്കെ. അപ്പോൾ 29 രൂപയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അടുത്ത ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല. അടുത്ത ഓർഡർ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ, ഉടനെ അടിക്കും. അപ്പോൾ നമ്മളെ ജിക്സ് എന്ന് പറയുന്നത് 7 to 12 ഇന്ന് വലിയ ഏണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ തോന്നില്ല കേട്ടോ. 7 മണിക്ക് ഓണാക്കി 7:50 കണ്ടതിന് കുറച്ച് ഓർഡർ അടിച്ചു. ഓർഡറുള്ള ദിവസം നമുക്ക് ഏകദേശം മനസ്സിലാവും. രാവിലെ നമ്മൾ ഓണാക്കൂലേ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓണാക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ ഓർഡർ അടിക്കും. അയ്യോ, സ്വിഗ്ഗിയിൽ നല്ല ഓർഡർ ഉണ്ട് കേട്ടോ. ഇൻസ്റ്റാമാർട്ടിലേക്ക് നല്ലപോലെ ഓർഡർ അടിക്കുന്നു. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ ആനന്ദ ടേക്ക് വേണം കേട്ടോ. ഇത് അപ്പോൾ ഇതിലെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റൂല. അല്ല, അവിടെ നന്ദോട് വയ്യമാർ പോണ റൂട്ടിലെ പൈപ്പ് ലൈനിന്റെ പണി കിടക്കണം. അങ്ങനെ എല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ചെയ്യാൻ. നമുക്ക് ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് മേളിൽ കയറിയിട്ട് പിന്നെ റൈറ്റാണ് പോകാനുള്ളത്. നമുക്ക് ഇതിലെ കൂടെ കയറിയാൽ നേരെ അങ്ങ് പോവാം. ക്രോസ് ചെയ്ത് കയറി പോകാൻ പറ്റില്ല, ഭയങ്കര പാട് ചേട്ടാ. കഴിച്ചപ്പോൾ ഇവിടെ ബ്ലോക്കായി ചേട്ടാ. വണ്ടി ഒന്നും പോകില്ല. ആരും അറിയാതെ വരുമ്പോഴേ പെട്ടെന്ന് ബോർഡ് വയ്ക്കുമ്പം ആളേക്ക് പിന്നെ അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വണ്ടി പോകില്ല. ആനന്ദൻ ടേക്ക് വേ കുറച്ച് അപ്പുറത്താണ് കേട്ടോ. ഒരു 100-300 മീറ്ററും കൂടെ ഉള്ളൂ. എന്നാൽ എന്ത് ചെയ്യണം, ഒതുക്കണം, പോണം. നമുക്കിവിടെ വണ്ടി വയ്ക്കാം കേട്ടാ. ഇവിടെ വെച്ചിട്ട് നമ്മളെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ബാർകോഡ് സ്കാൻ ചെയ്യണം കേട്ടോ. മുമ്പേ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പം ഈ ഇടയ്ക്ക് വന്നതാണ്. പോലീസ് ക്വാർട്ടേഴ്സ് ആണ്. PMG എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. സൂപ്പർഫാസ്റ്റ് ബസ് പറഞ്ഞ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഇതിലെ കൂടെ സൂപ്പർഫാസ്റ്റ് ബസ് പറഞ്ഞത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് ലെഫ്റ്റാണ് കേട്ടോ. ലെഫ്റ്റാണ് പോകാനുള്ളത്.
അയ്യോ വഴി തെറ്റി, പിന്നെയും വഴി തെറ്റി. ആ കുഴപ്പമില്ല, ഇതിലേക്കൂടെ കയറി പോവാം. പോയിട്ട് അതിലെ കൂടെ കറങ്ങി വരാം. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, വെയിലടിക്കണോണ്ട് ഒന്ന് കണ്ടുകൂടാ മൊബൈലില്, ഭയങ്കര ഇരുട്ടാണ്. ചവിട്ട് വിടണ. ഓ ഞാൻ കണ്ടില്ല ഒരു പുള്ളിക്കാരെ ക്രോസ് ചെയ്യണത്. കാറിന്റെ ഫ്രണ്ടിലായോണ്ട് എനിക്ക് കണ്ടുകൂടാ, ക്രോസ് ചെയ്ത് വന്നാലും അറിയാൻ പറ്റൂല, അതാണ് വിഷയം. ഒരു കാറ് നിർത്തണുണ്ട്, പിന്നെ വേറൊന്നും കണ്ടില്ല. കാറിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ പാസ് ചെയ്യായിരുന്നു. അവിടെ സിഗ്നൽ വീണ് കേട്ടോ. നമുക്ക് പോകാനുള്ളതെന്ന് പറയാൻ മറ്റേ ലോ കോളേജ് ഇല്ലേ, ലോ കോളേജിന് അതിലാണ് പോകാനുള്ളത്. അണ്ണൻ വണ്ടി കിടക്കണം, അണ്ണൻ വണ്ടി. അണ്ണൻ വണ്ടി കേട്ടാ, അണ്ണൻ വണ്ടി. കണ്ണിൽ പെട്ടെന്ന് എന്തിനാ ഒന്ന് അടിച്ചു. അയ്യോ ഭയങ്കര നെറ്റിൽ. ഇനി നമുക്ക് ഇവിടുന്ന് 1.1 കിലോമീറ്റർ ഉള്ളൂ, നേരെ പോയാൽ മതി. ഓ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരണം കേട്ടാ. ഓക്കെ, മെയിൻ ഗേറ്റ് കൂടെ തന്നെ പോകണം നിർബന്ധമില്ല, ഇതിലേ വേണമെന്നുണ്ടെങ്കിൽ കയറാം കേട്ടാ. ഒന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ തന്നെ വണ്ണ് ഇതാണെന്ന് അറിഞ്ഞൂടാ. അയ്യോ ശരി, ഓക്കെ. പൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പൈസ എത്ര രൂപ കൊടുത്ത് നോക്കിയില്ല കേട്ടോ, ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്കാമേ. പൈസ ഇപ്പം നല്ലപോലെ ടയേർഡായി കേട്ടോ. പണ്ടാരം കോട്ടും കൂടെ വരുന്നതിന് പ്രശ്നമാണ്. പൈസ നമുക്ക് ചെന്നിട്ട് ഇനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ നട്ട വാഴയ്ക്ക് വെള്ളം കോരണം കേട്ടോ. എല്ലാത്തിനും വേണ്ട, ടിഷ്യൂ കൾച്ചർ നട്ടിട്ടുണ്ട്, അപ്പോൾ അതിന് വെള്ളം കോരണം. ആരെ നമ്പർ പ്ലേറ്റ് കിടക്കുന്നത് റോട്ടിൽ, ആരെ വേണ്ടിയില്ല. അയ്യോ ഇത് എവിടെ? ഓ കിട്ടി. ഇതാണ് ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സ്. ബാംഗ്ലൂർ ജ്യൂസ് ആൻഡ് ഫുഡ്സ്. അപ്പോൾ നമ്മളെ സെൽഫി ചോദിക്കുകയാണ്. സെൽഫി എടുക്കട്ടെ, സെൽഫി എടുത്തിട്ട് വരാം. സെൽഫി എടുത്തില്ലെങ്കിലുള്ള കുഴപ്പമൊന്നുമില്ലെന്നറിയാമോ? പിന്നെ നമുക്ക് പെനാൽറ്റി ആയിരിക്കും, ID ബ്ലോക്ക് ആകും, അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അത് എനിക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള കാര്യം, അതുകൊണ്ടാണ്. റെഡിയാണ് 41-40 റെഡി കൊടുത്താൽ മതി. വെളിയിൽ റെഡി കൊടുത്താൽ മതി. ഐറ്റം എന്താണ്? 2 ബ്രൗൺ ക്രീം വിത്ത് ഐസ്ക്രീം. അല്ല ഞാൻ സംശയമാണ് ചോദിച്ചത്. ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഞാൻ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തു പോയി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ്. ഐസ്ക്രീമാണ് കേട്ടോ സാധനം. സേഫായിട്ട് വെച്ചാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ തെറിച്ച് പോകും. എവിടെയാണ് കൊടുക്കാനുള്ളത് ഞാൻ നോക്കിയില്ല.
ഫോണിന്റെ ചാർജ് തീർന്നു കേട്ടോ. അവിടുത്തെ കടയിലെ ആള് നല്ല സഹയാണ് കേട്ടോ, നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നു പാവം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എണ്ണം വേണം, അല്ല പിന്നെ എന്തിനുള്ള അല്ലേ. നമ്മളെ സിഗ്നൽ വീണിട്ടുണ്ട്, ഞാൻ സ്ഥലം നോക്കിയില്ല കേട്ടോ. ഓക്കെ, നന്തൻകോടാണ്. അപ്പം നമുക്ക് സിഗ്നൽ ഉണ്ട്, കയറി പോവാം, ധൈര്യമായിട്ട് പോവാം, ഒരു കുഴപ്പമില്ല, റിസ്ക് ഇല്ല. പക്ഷെ വണ്ടി വിട്ടല്ലേ പോകാൻ പറ്റൂ. ഡോറും തുറന്ന് വെച്ചിടുന്ന തന്നെ ഞങ്ങളങ്ങ് പോകും. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്, നന്തൻകോടാണ് കേട്ടോ കൊടുക്കാനുള്ളത്. ഓഫീസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ സ്വല്പ ഗ്യാപ്പ് വരുമോ? ഇവിടുന്ന് 750 മീറ്ററേ ഉള്ളൂ. അത് നല്ല ഓർഡർ കേട്ടോ, നല്ല ഓർഡറാണ്. എമൗണ്ട് കുറവാണ്, എമൗണ്ട് 20 രൂപയേ ഉള്ളൂ എമൗണ്ട്. എനിക്ക് ബൈക്കിന് ഒരു ബാറ്ററി വാങ്ങിക്കണം കേട്ടോ. ലെഫ്റ്റ് സൈഡ് കാണുന്നതിന്റെ ബെന്തിക്കോസ് സഭ, ബെന്തിക്കോസാ അതിന്റെ സഭയാണ് ഇവിടെ. ഇപ്പം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, കസ്റ്റമറിനെ കണ്ടു കേട്ടോ. വിചാരിച്ച് വേറെ എങ്ങോട്ടായിരിക്കും. ഓ ഭാഗ്യം, ലീക്കായില്ല. ഓക്കെ ശരി. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ₹20 നമുക്ക് കിട്ടിയത്. ഒരു ഓഫ് റോഡ് വണ്ടി കേട്ടോ, ഓട്ടിച്ച് എൻ്റെ പരിപ്പ് എടുത്തിട്ടേക്കുന്നു. ചെളി നോക്കിയാണ് അതിൻ്റെ അത്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ആനന്ദ ടേക്കവേ കേട്ടോ. കുറെ നേരത്തെ ഞാൻ ഇത് ലാസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു. നമ്മൾ ലൊക്കേഷൻ റീച്ച് ആയിട്ടുണ്ട്. ഫുഡ് റെഡി ആയില്ല കേട്ടോ, 2 മിനിറ്റ് എടുക്കുമെന്നാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫിഷ് പൊതിച്ചോറും ഒരു വെജിറ്റേറിയൻ പൊതിച്ചോറുമാണ് കേട്ടോ. ഗൈസ് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് നൈറ്റ് കൊടുത്തിട്ടുണ്ട്, വേലക്കുടിയാണ് കൊടുക്കാനുള്ളത് കേട്ടോ. ഇവിടുന്ന് 5.1 കിലോമീറ്റർ ഉണ്ട്. അവിടെ റോഡ് പണി ഇടയ്ക്കുണ്ട്, വണ്ടി വിടുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് വേറെ വഴിയുണ്ട്, നമ്മൾ ഇതിലേ പോകും. ഏകദേശം നമ്മൾ പ്ലാമോട് സിഗ്നൽ എത്തി. ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് ഏർപ്പോളാം കേട്ടോ. മെഡിക്കൽ കോളേജ് റൂട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കയറണം, അപ്പോൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടികൾ വരും. നമുക്ക് അഞ്ചല്ലി റോഡ് വഴിയാണ് കേട്ടോ പോകാനുള്ളത്. ഇതാണ് നമ്മുടെ റോഡ്. ഇവിടുന്ന് യൂട്ടേൺ പോകണം കേട്ടോ. ഇവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത്. എന്നാ പിന്നെ അതിലേ വന്നിട്ട് മാപ്പ് കാണിക്കുന്ന വേലത്തരങ്ങൾ, ഇതൊക്കെ വേലത്തരങ്ങളാണ്.
കൊണ്ട അത് കൊണ്ട നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോകാം കേട്ടോ. എത്തി, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വൻ ശോകം തന്നെ കേട്ടോ ഈ റോഡ്. എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കെന്നറിയാം. ആദ്യം ഞാൻ ലൊക്കേഷൻ നോക്കട്ടെ, ഇത് എവിടെയാണ്. ഓക്കെ, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ശരി പോ. പക്ഷെ അമ്പലത്തിൻ്റെ അകത്തൂടെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതുവരെ ഉള്ളൂ, അങ്ങനെ തിരിച്ചു പോയത്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 57 രൂപ കിട്ടി കേട്ടോ. 2 10 പറഞ്ഞു. 2 പഴംപൊരി അവിടെ പറഞ്ഞു. കഴിച്ചപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയണത് പഴംപൊരിയാണ് കേട്ടോ. 2 പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ എത്തും, എങ്കിലും വിശക്കും. നല്ലപോലെ എണ്ണ കേട്ടോ, ഭയങ്കര എണ്ണ. നമ്മൾ സൊമാറ്റോ ഓടിയത് 172 രൂപയാണ് ഓടിയത്. 5 ഓർഡർ എടുത്തിട്ടുണ്ട്, 3 ജിഗ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7 to 1.5. പിന്നെ ഇപ്പോൾ ഷാഡോയിൽ 144 രൂപ ഓടിയിട്ടുണ്ട്. എത്ര ഓർഡർ എടുത്തെന്ന് ഇപ്പോൾ പറയാം. ഓറെന്ന് പറയുമ്പോൾ 4 ഓവർ ഷാഡോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 144 രൂപ ഷാഡോയിലും 172 രൂപ സൊമാറ്റോയിലും. ടോട്ടൽ 316 രൂപയാണ് നമ്മളെ ഇന്നത്തെ ഏണിങ്സ്. രാവിലെ 7 to 1.5. ടിക്സ് ബുക്ക് ചെയ്താൽ കിട്ടിയില്ല. അപ്പോൾ രാവിലെ 7 to 8, 8 to 9 കിട്ടിയില്ല. അപ്പോൾ 8 to 9 ആ ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ ഷാഡോ ഓടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 144 രൂപ ടോട്ടൽ വന്നിട്ടുള്ളത് കേട്ടോ. ഗൈസ്, അപ്പം ചെറിയൊരു അപ്ഡേറ്റ് തരാം. നമ്മളെ നെടുമങ്ങാടും പിന്നെ ഏണിക്കര പുത്തമ്പാലം ആ റൂട്ടില്ലേ, അവിടുത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റോഡില്ലേ, ഇതാണ് അപ്ഡേറ്റ് കേട്ടോ. എങ്ങനെ അപ്പോൾ അതിൻ്റെ പില്ലറൊക്കെ വാർത്ത്, അതുകൊണ്ട് ഇവിടെയും പില്ലർ സംഭവമെല്ലാം വാർത്തിട്ടുണ്ട്. എന്താ പില്ലറെല്ലാം വാർത്ത്, പക്ഷേ ഉടനെ പണി തീർന്ന ലക്ഷണമില്ല കേട്ടോ. നമ്മൾ റോഡ് മോശമാണ്, കുഴിയും കുണ്ടുമായിട്ടാണ് കിടക്കുന്നത്. എങ്കിലും ഷോർട്ട് കട്ട് പിടിച്ച് നമ്മൾ പെട്ടെന്ന് നെടുമങ്ങാട് എത്താൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.